ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഏവർക്കും സ്വാഗതമോദിയ നാടാണ് ഭാരതം. ഞാൻ പിറന്ന മണ്ണ്. വേദങ്ങളുടെയും വേദാന്ത ശാസ്ത്രത്തിൻ്റെയും നാട്. ആത്മധ്യാനവും ആത്മസാക്ഷാത്കാരവും ലോകത്തിന് പരിചയപ്പെടുത്തിയ നാട്. കലയും കവിതയും ശാസ്ത്രവും സാഹിത്യവും രാഷ്ട്രതന്ത്രവും യുദ്ധതന്ത്രവും കാമശാസ്ത്രവും തർക്കശാസ്ത്രവും വിവാഹ ജീവിതവും എന്നുവേണ്ട ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഈശ്വരനുമായി ബന്ധിപ്പിച്ച നാട്. അഹം ബ്രഹ്മാസ്മി, ഞാൻ അനന്തതയാണ്, അപരിമിതമായ ഈശ്വര ശക്തിയാണ് എന്ന പരമസത്യം അനുഭവിച്ചറിയുകയും അത് ലോകത്തോട് പ്രഖ്യാപിക്കുകയും ചെയ്ത എൻ്റെ നാട് ഭാരതം, ഞാൻ പിറന്ന മണ്ണ്. ഹിന്ദുധർമ്മം ഒരു മതമല്ല, അതൊരു ജീവിത രീതിയാണ്, കാഴ്ചപ്പാടാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നവരുണ്ട്. ധർമ്മനിഷ്ഠമല്ലാത്ത സ്വന്തം ചെയ്തികൾക്കും ജീവിതത്തിനും ഒരു ലൈസൻസിനുള്ള ശ്രമമായി മാത്രമേ അത്തരം പ്രസ്താവനകളെ കാണാൻ കഴിയൂ. ഓരോരുത്തർക്കും ഇണങ്ങുന്ന പാത തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഹിന്ദുമതം നൽകുന്നുണ്ട്. പക്ഷേ അത് ഋഷിവാക്യങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം വളച്ചൊടിക്കാനുള്ള ഒരു സമ്മതപത്രമല്ല. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഉത്തരവാദിത്വവും അവയുടെ ഫലവും അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് ഹിന്ദുമതം ഊന്നിപ്പറയുന്നു. നന്മയും തിന്മയും ചിന്തയുടെ തലത്തിൽ സ്വാഭാവികമാണ്. പക്ഷേ അത് പ്രാവർത്തികമാക്കുമ്പോൾ അതീവ ശ്രദ്ധയും ജാഗ്രതയും പാലിക്കണം എന്ന് ഹിന്ദുശാസ്ത്രങ്ങൾ സ്പഷ്ടമാക്കുന്നു. ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ജാഗ്രതയോടെ വേണം ജീവിതം നയിക്കാൻ, അല്ലെങ്കിൽ സ്വന്തം കർമ്മം തന്നെ വിധിയായും വിധികർത്താവായും നമ്മെ വേട്ടയാടും എന്ന് അമ്മ ഓർമ്മിപ്പിക്കാറുണ്ട്. ഋഷീശ്വരന്മാർ ആധ്യാത്മികതയെയും ഭൗതികതയെയും രണ്ടായല്ല, ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇതുതന്നെയാണ് അമ്മയുടെയും അഭിപ്രായം. ഈ ലോകം അഖണ്ഡ ചൈതന്യത്തിൻ്റെ വിസ്തരണമാണ്. സമഗ്രമായ ആ ശക്തിയില്ല എങ്കിൽ ലോകമില്ല, ഈ കാണുന്നതൊന്നുമില്ല. ഈ സത്യമറിഞ്ഞില്ലെങ്കിൽ ജീവിതവും അനുഭവങ്ങളും വികലമായിരിക്കും. ഒന്നിലും തൃപ്തിയും സന്തോഷവും ഉണ്ടാകില്ല. ഞാൻ അക്കാസ്മിക് ഇൻ്റലിജൻസ് തന്നെയാണ് എന്നുള്ളത് കേവലം ഒരു ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അല്ല, ഏകത്വം, വൺനെസ് ആണ്. ആദിയും അന്തവുമില്ലാത്തതാണ് ചൈതന്യം, കോൺഷ്യസ്നെസ്. അത് എന്നും എല്ലായ്പ്പോഴും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നു. അതുമായി ശ്രുതി ചേർന്ന് ജീവിച്ചാൽ മാത്രം മതി. ശ്രുതിയും താളവും ലയിച്ചിണങ്ങുമ്പോഴാണ് സംഗീതം ആസ്വാദ്യകരമാകുന്നത്. അതുപോലെ ഈ പ്രപഞ്ചത്തിനൊരു താളവും ശ്രുതിയുമുണ്ട്, ഒരു സംഗീതമുണ്ട്. അതുമായി ശ്രുതി ചേർന്ന് ജീവിച്ചില്ല എങ്കിൽ സ്വാഭാവികമായും അപശ്രുതികൾ ഉണ്ടാകും. അത് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പ്രതിഫലിക്കും.